ഈ സംഭവത്തിൻ്റെ എലാബറേറ്റ് ഫോമാണ് അവർ ഫാദർ ഇൻ ഹെവൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആ സാധനത്തെ എലാബറേറ്റ് ഫോം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതൊരു ഭൂതോച്ചാടന, തിന്മയുടെ ശക്തികളെ ആട്ടിപ്പുറത്താക്കുന്ന, വ്യക്തിയെ വിശുദ്ധീകരിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, അടയാളം കാണിക്കുന്ന പ്രാർത്ഥനയാണ്. കൈ ഇടിച്ച് കർത്താൻ അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. അതിൻ്റെ പരിണിത ഫലം എന്താണ്? ഈ തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ, സാത്താൻ പുറന്തള്ളപ്പെടുമ്പോൾ, ദൈവം മഹത്വപ്പെടുമ്പോൾ, തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ, ദൈവം മഹത്വപ്പെടുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണ്? അതാണ് യോഹന്നാന്റെ സുവിശേഷം 12:31. യോഹന്നാൻ 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇത് വല്ലാത്തൊരു പറച്ചിലാണ്. കർത്താവ് പണ്ട് പറഞ്ഞിട്ടുണ്ട് 14:17. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ പറഞ്ഞ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. ഏത് ലോകത്തിന്? ആഫ്രിക്കയ്ക്ക്, അമേരിക്കയ്ക്ക്? അതൊന്നുമല്ല, നമ്മളിലുള്ള ലോകാരൂപിക്ക്. മനസ്സിലായില്ലേ? 8:14 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം. പറഞ്ഞ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ക്ലിയർ ആയല്ലേ? എന്താ പറഞ്ഞിരിക്കുന്ന വചനം? ദൈവാത്മനാ. പറഞ്ഞേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. പക്ഷേ ലോകാത്മാവിനാൽ നയിക്കപ്പെട്ടാലാ നമ്മൾ ലോകത്തിന്റെ പുത്രന്മാരാകും. നമ്മൾ ലോകത്തിന്റെ ആത്മാവിനാലാണ് നയിക്കപ്പെടുമെന്ന് വിചാരിച്ചോ, അപ്പോൾ ആരായി നമ്മൾ മാറും? നമ്മൾ ലോകത്തിന്റെ പുത്രന്മാരാകും. അത് ഷാഡോ വേർഡ് തിരിച്ചിടുമ്പോൾ അങ്ങനെയാണ് വരണത്. ലോകത്തിന്റെ പുത്രന്മാരാണ്. ആരാണ് ഈ ലോകത്തിന്റെ പുത്രന്മാരിൽ നിന്ന്? ഈ ലോകം പുറന്തള്ളപ്പെടണം. അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുമ്പോൾ ലോകത്തിൻ്റെ അധികാരം നമ്മളിൽ നിന്ന് പുറന്തള്ളപ്പെടണം. ലോകത്തിൻ്റെ അധികാരി, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ലോകത്തിൻ്റെ അധികാരിയെക്കുറിച്ച് പറയാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് പറയുന്ന ഉദാഹരണമാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ 3 മക്കൾ, ക്ലിയർ അല്ലേ? 3 മക്കൾ. അപ്പം അതിനകത്ത് മൂത്ത മകൻ താമസിക്കുന്ന, അവൻ കല്യാണം കഴിച്ചു. അപ്പോൾ അപ്പനോട് പറഞ്ഞ് എനിക്ക് 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പനോട് പറഞ്ഞ് എനിക്ക് വീട് വെക്കാൻ സ്ഥലം തന്നെ 3 സെൻറ്റ് സ്ഥലം. അപ്പോൾ 3 സെൻറ്റ് സ്ഥലത്തിന് അവൻ ഓഹരി അവകാശമുള്ളതാണ്. പക്ഷേ അപ്പം പറഞ്ഞ് ഇളയവളെ കെട്ടിക്കാനില്ലേ, 3 മക്കളില്ലേ, അനിയനുണ്ട്, ഇനി ഇളയവളെ കെട്ടിക്കാനുണ്ട്. അപ്പോൾ ഇളയവളെ കല്യാണം കഴിഞ്ഞ് നിനക്ക് തരാമെന്ന് പറയാം. അപ്പോൾ ഇവൻ പോയി ചിറ്റപ്പന്മാരെ കണ്ട് വട്ടീസൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ചിറ്റപ്പന്മാർക്കും എല്ലാവർക്കും കള്ളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ അവരെ സെറ്റാക്കിയിട്ട് അവർ ചിറ്റപ്പന്മാർ വന്ന് പറയും, ചേട്ടനോട് പറയും, ചേട്ടാ എന്താ പരിപാടിയാണ്, അവന് ലോൺ കിട്ടണ്ടേ, അവന് സാലറി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ അവൻ പഠിച്ച് ജോലി വാങ്ങിച്ചു, ഇനി അവന് ഒരു സാലറി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവന് ലോൺ കിട്ടണ്ടേ. അപ്പോൾ ലോൺ കിട്ടണമെങ്കിൽ അവൻ്റെ പേര് സ്ഥലം വേണ്ടേ, ചേട്ടൻ കണ്ട് എഴുതി കൊടുക്കാൻ പറയും. അപ്പോൾ എല്ലാവരും വളഞ്ഞു വെച്ച് ഈ മനുഷ്യനെ ആക്രമിക്കണ കാരണം അത് എഴുതി കൊടുത്തു. എത്ര സെൻറ്റ് കൊടുത്ത്? 3 സെൻറ്റ് കൊടുത്തു. ക്ലിയർ, കുഴപ്പമില്ല. അപ്പോൾ അവന് തറക്കല്ലിട്ട് പെര വെച്ചു കഴിഞ്ഞപ്പോൾ ആ 3 സെൻറ്റിൻ്റെ അരികിൽ അവൻ പെര വെച്ചു. വല്ല കുഴപ്പമുണ്ടോ അതിൻ്റെ അകത്തെ? ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ പന്നി പുറത്തോട്ടിറങ്ങാൻ എങ്ങോട്ടോ ഇറങ്ങും. അവനെ 3 സെൻറ്റ് അരികിലാണ്. അവന് ബാക്കി സ്ഥലം ബാക്കിലിട്ടിരിക്കുകയാണ്, അവന് കഴുകാനും എടുക്കാനും മറ്റ് സംഭവത്തിന്. ഈ സ്ഥലം ഇവിടെ വന്നിരിക്കണത് ഈ 3 സെൻറ്റിൻ്റെ
ഫ്രണ്ടിലാണ്. അതായത് നമ്മൾ മുമ്പോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ അരികിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവനെങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങും, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആ സ്ഥലം ആരെടുക്കുമോ? അനിയൻ്റെ സ്ഥലമാണത്. അതാരെടുക്കും? അത് ഇവൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കാതെ തന്നെ ഇവന് കിട്ടും. എന്താ കാര്യം? ഇവന് ഇറങ്ങാനുള്ള സ്ഥലമല്ലേ. അവന് മുളകുണക്കാനും മീനുണക്കാനും ഒക്കെ ഉള്ള സ്ഥലമായിട്ട് മാറ്റും. ആരുടെ സ്ഥലമാണത്? തന്ത്രപൂർവ്വം അനിയൻ്റെ സ്ഥലം അടിച്ചു മാറ്റിക്കണവൻ. അവന് വേണമെങ്കിൽ അവന് മര്യാദ ഉണ്ടെങ്കിൽ അവന് ഇറക്കി വീട് വെക്കാം. അപ്പോൾ അനിയന് ആ സ്ഥലം വേറെ ഒരു വീട് വെക്കാൻ പറ്റും. അനിയനെ കൊണ്ട് അവന് വീട് വെപ്പിക്കാതിരിക്കാൻ വേണ്ടി അരിയിൽ കൊണ്ടുവന്ന് അനിയൻ്റെ സ്ഥലം എന്നാൽ കൈകേറിയിട്ടുണ്ടോ? കൈകേറിയിട്ടില്ല. പക്ഷേ അനിയനെ അവിടെ വീട് വെക്കാൻ പറ്റുമോ? വീട് വെക്കാൻ പറ്റത്തില്ല. ഇതുപോലെ അമുക്കിക്കളയും. ഇതിനാണ് ലോകാരൂപി എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഈ ലോകാരൂപി സഹോദര സ്നേഹമില്ലാത്ത, സഹോദരനെ വഞ്ചിക്കുന്ന, വീട്ടിൽ നിർത്തി തന്നെ അവനെ നിർത്തി പൊളിക്കുന്ന സംഭവമില്ല, ജീവനോടെ പൊളിക്കുന്ന. ഈ പശു അറവക്കാർ ചെയ്യണത് ചത്ത് കഴിഞ്ഞാൽ പശുവിനെ പൊളിക്കത്തുള്ളൂ. ചില അറവക്കാർ വീട്ടിൽ നിർത്തി ജീവനോടെ അനിയന്മാരെ പൊളിക്കും, അല്ലെ ചേട്ടന്മാരെ പൊളിക്കും. ഇതിനാണ് ലോകാരൂപി എന്ന് പറയണത്. ഈ ലോകാരൂപിയെ പുറന്തള്ളാതെ നിൻ്റെ ഉടമ്പടി വേഗത്തില്ല ദൈവ പൈതലേ.